ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചക്ക വെച്ചുള്ള ഒരു വിഭവമാണ് ചക്ക പുഴുക്ക്. അപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ റെഡിയാണ്. ബാക്കി എല്ലാ സാധനവും ഞാൻ നേരത്തെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചക്കയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ ഹെൽത്തിന് എന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്നും അത് വെച്ച് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് നന്നായിട്ടൊക്കെ ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ അതിൽ നിന്നൊരു ചെറിയ വിഭവം, ഒരു ചക്കപ്പുഴുക്ക്, അത് നമുക്കിന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ചക്കപ്പുഴുക്കിന് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്? പച്ചച്ചക്ക, ഇത് ഏകദേശം 1 കിലോ ഉണ്ട്. ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം, നീളത്തിലോ വട്ടത്തിലോ, അത് നമ്മുടെ ഇഷ്ടമാണ്. അതിനുശേഷം ചക്കക്കുരു, ഇതിൽ നിന്ന് കുറച്ച് ചക്കക്കുരു എടുത്ത് വെച്ചിരിക്കുവാണ്. ഇത് അതിന് പാകമായിട്ടുള്ള വെള്ളം, ഏകദേശം 1 ഗ്ലാസ് വെള്ളമുണ്ട്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ജീരകം, വറ്റൽമുളക്, കടുക്, വെളിച്ചെണ്ണ, വേപ്പില, പിന്നെ ചിരണ്ടി വെച്ച ഏകദേശം 1 മുറി വരുന്ന തേങ്ങ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുക്കിംഗ് പാർട്ടിലോട്ട് കിടക്കാം. നമുക്കപ്പോൾ ചക്കപ്പുഴുക്കിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് ഞാൻ പാൻ കത്തിച്ചു. അതിനുശേഷം ചക്ക അതിലോട്ട് ഇടുവാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചക്കക്കുരു കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ആദ്യമേ നമ്മൾ വേവിക്കുവാണ് കേട്ടോ. അപ്പോൾ അതിൽ കൂടുതൽ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് കുക്കാകാൻ ആവശ്യമായിട്ടുള്ള ഏകദേശം 1 ഗ്ലാസ് വെള്ളം. മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. അത് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ മിക്സിയിൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ ക്രഷ് ചെയ്യുന്നുണ്ട്. അതിൽ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ആ തേങ്ങയിലെല്ലാം മഞ്ഞൾപ്പൊടി എല്ലാ സൈഡിലും എല്ലാ ചേരുവകളിലോട്ടും പിടിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കുവാണ്. ഇനി ഇത് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിരുന്ന് വേകണം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ചക്ക വേകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അരപ്പ് റെഡിയാക്കാം. ഇത് നമ്മൾ ഏകദേശം 1 മുറി തേങ്ങയാണ്. അതിലോട്ട് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഏകദേശം 4 പച്ചമുളക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിടുക, പെട്ടെന്ന് അരയും. ഏകദേശം 4 ചുള വെളുത്തുള്ളി, 3-4 വേപ്പില. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഈ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുവാണ്. ഇത് ഒരുപാട് അരച്ചെടുക്കണ്ട. ഞാൻ വെള്ളം ചേർക്കാതെ വെറുതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ അവിയലൊക്കെ ഉണ്ടാക്കുന്ന ഏകദേശം പാകം, അരഞ്ഞു പോകരുത്. ഇത് നമുക്ക് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ അരപ്പടിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പാകം. ഏകദേശം നമ്മൾ അവിയലിനൊക്കെ അടിച്ചെടുക്കുമല്ലോ, അതേപോലെ തന്നെ വെള്ളമൊന്നും ചേർക്കാതെ വെറുതെ ഒന്ന് അടിച്ചെടുത്തേക്കുവാണ്. അരഞ്ഞു പോയിട്ടില്ല. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഭാഗം. ഇനി നമുക്ക് നമ്മുടെ ചക്ക എന്തായാലും നോക്കാം. ഏകദേശം 5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടാണ് വെച്ചിരുന്നത്. ഇപ്പോൾ കണ്ടാൽ അറിയാം, വെള്ളമെല്ലാം ഏകദേശം പറ്റിയിട്ടുണ്ട്. ചക്ക വെന്തിരിക്കുവാണ്. ഇനി ഇതിൻ്റെ സെൻറ്ററിലോട്ട് നമുക്ക് ഈ അരപ്പൊന്ന് വേകണമല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ അരപ്പ് ഇതിൻ്റെ സെൻറ്ററിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ബാക്കിയുള്ള അരപ്പിലോട്ട് ഇച്ചിരി വെള്ളം ചേർത്ത് സ്വല്പം വെള്ളം കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ ആ അരപ്പ് വേകാൻ വേണ്ടി ഈ ചക്ക അതിൻ്റെ മേളിലോട്ട് തൂത്ത് കൂട്ടി ജസ്റ്റ് ഏകദേശം ഒരു 3 മിനിറ്റോളം നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കും. അപ്പോൾ ഈ അരപ്പ് നന്നായിട്ട് വെന്ത് അതിലെ ജീരകത്തിൻ്റെയും ആ വെളുത്തുള്ളിയുടെ എല്ലാം ഫ്ലേവർ ഈ ചക്കയിലോട്ട് ഇറങ്ങും. അതാണ് അതിൻ്റെ ടേസ്റ്റ്. നമുക്കതൊന്ന് മൂടി വെക്കാം. ഞാൻ ചെറുതായിട്ട് ഫ്ലെയിം ഒന്ന് താഴ്ത്തുവാണ്. 3 മിനിറ്റ് ഇതിരുന്ന് ആ അരപ്പ് മൊരിഞ്ഞ് ആ ചക്കയോടുകൂടി ചേർന്ന് വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എല്ലാം പുറത്തോട്ട് ഇറങ്ങും. ഏകദേശം 3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ അരപ്പ് മൊരിക്കാനിട്ടേക്കുമായിരുന്നു. ഇപ്പോൾ അത് അരപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കത് ചക്കയിലോട്ട് എല്ലാ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം.
ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇപ്പം എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യാം നമുക്ക്. ഇനി നമുക്ക് നമ്മുടെ അടുത്തത് താളിച്ചിടുന്ന വശത്തോട്ട് കിടക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിരിക്കുവാണ്. അതിലോട്ട് ഏകദേശം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുവാണ്. അതിലോട്ട് നമുക്ക് കടുകും വേപ്പിലയും ഉണക്കമുളകും താളിച്ച് നമ്മുടെ വേവിച്ച് വെച്ച ചക്കയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയും നന്നായിട്ട് ചൂടായി. ഏകദേശം 1/2 ടേബിൾ സ്പൂൺ കടുക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതിലോട്ട് വേപ്പിലയും കൂടി ആഡ് ചെയ്യുവാണ്. കടുക് പൊട്ടാൻ തുടങ്ങി. വേപ്പില ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അത് നന്നായിട്ട് മൊരിയുമ്പോൾ നമ്മുടെ വറ്റൽ മുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വേപ്പില പച്ചയോടുകൂടി ആഡ് ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ മണം കിട്ടും നന്നായിട്ട്. ഞാൻ അരപ്പിലും കുറച്ച് വേപ്പില ഇട്ടിട്ടുണ്ട്, ഇപ്പോൾ താളിക്കുന്നതിലും ഇട്ടിട്ടുണ്ട്. അത് കാരണം ഇനി സെപ്പറേറ്റ് ഇടുന്നില്ല. ആ മുളകിൻ്റെ കളറ് മാറി വരുമ്പോൾ നമുക്ക് അത് മാറ്റാം. എന്നിട്ട് നമ്മുടെ ചക്കപ്പുഴുക്കിലോട്ട് ഈ മുളകൊന്ന് ആഡ് ചെയ്യാം. ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. അത് ഞാൻ ഇതിലോട്ട് എടുത്ത് വെക്കുവാണ്. ഇതിലോട്ട് നമ്മൾ ആ താളിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെളിച്ചെണ്ണയിൽ താളിച്ച് വെച്ചിരിക്കുന്ന കടുകും വേപ്പിലയും ഉണക്കമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നല്ല മണം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ചക്കപ്പുഴുക്ക്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും പരീക്ഷിക്കണം. നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്, ഞാൻ ചെക്ക് ചെയ്തതാണ്. നമ്മൾ ആദ്യം ചേർത്ത ഉപ്പ് കറക്റ്റായിരുന്നു. ഇനി നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ആഡ് ചെയ്ത് വെക്കുക. ചക്കപ്പുഴുക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടുക. എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ഇനി ഞങ്ങൾ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യേണ്ട പാട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.